പുതിയൊരു സിനിമ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയിലെ വെള്ളി വെളിച്ചത്തിനും താരപരിവേഷത്തിനും അപ്പുറം നടിമാർക്ക് നമ്മുടേതുപോലൊരു വ്യക്തി ജീവിതമുണ്ട്. എന്നാൽ പലപ്പോഴും അവരുടെ വ്യക്തി ജീവിതം വലിയ വിവാദങ്ങൾക്കും മാധ്യമ വേട്ടകൾക്കും ഇടയാകാറുണ്ട്. തങ്ങൾ ജീവന തുല്യം സ്നേഹിച്ച, പൂർണ്ണമായി വിശ്വസിച്ച കാമുകന്മാരിൽ നിന്ന് നേരിടേണ്ടി വന്ന ചതികളും അതുമൂലമുണ്ടായ നാണക്കേടും പല നടിമാരുടെയും കരിയറിനെ ഇരുട്ടിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാമുകന്മാരുടെ ചതിയിൽപ്പെട്ട് സമൂഹത്തിനു മുന്നിൽ നാണം കെടേണ്ടി വന്ന പ്രമുഖ തെന്നിന്ത്യൻ നടിമാരെ കുറിച്ചാണ്. ആദ്യം പറയാൻ പോകുന്നത് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായ നയൻതാരയെ കുറിച്ചാണ്. മലയാള സിനിമയിലൂടെയാണ് പുള്ളിക്കാരി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം തെലുങ്ക്, തമിഴ് സിനിമാ ലോകം അടക്കി ഭരിച്ച നയൻതാരയുടെ പ്രണയങ്ങൾ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. തമിഴ് സംവിധായകനും നടനുമായ പ്രഭുദേവയുമായുള്ള പ്രണയബന്ധമൊക്കെ വാർത്തകളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കല്യാണം വരെ കൊണ്ടെത്തിച്ച ഈ ബന്ധത്തിൽ നിന്ന് പ്രഭുദേവ പെട്ടെന്ന് പിന്മാറിയത് നയൻതാരയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി. അടുത്തത് ചിമ്പുവുമായിട്ടുള്ള നയൻതാരയുടെ പ്രണയം. അവിടെയും വിധി അവർക്ക് എതിരായിരുന്നു. ഇരുവരുടെയും അതീവ സ്വകാര്യ നിമിഷത്തിലുള്ള ഫോട്ടോകൾ ഇന്റർനെറ്റിലൂടെ വ്യാപകമായി പുറത്തു വന്നു. ആ ഫോട്ടോകൾ എങ്ങനെ ചോർന്നു എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. അതോടുകൂടി ഇരുവരും ആ ബന്ധം അവസാനിപ്പിച്ചു. താൻ വിശ്വസിച്ച ആളുകളിൽ നിന്ന് ഏറ്റ തിരിച്ചടികൾ കാരണം നയൻതാരയ്ക്ക് തുടക്കകാലത്ത് വലിയ പേരുദോഷം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അടുത്തത് ഹൻസിക മോട്ട്വാനി. നയൻതാരയും ചിമ്പുവുമായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷം തമിഴ് ലോകം കൊണ്ടാടിയത് ചിമ്പുവും ഹൻസികയുമായിട്ടുള്ള ബന്ധമായിരുന്നു. വളരെ പെട്ടെന്നാണ് ഇരുവരും അടുത്തതും പ്രണയത്തിലായതും. അവർ വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്തകൾ വരെ ആ സമയത്ത് വന്നിരുന്നു. എന്നാൽ ചരിത്രം വീണ്ടും ആവർത്തിച്ചു. നയൻതാരയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ചിമ്പുവിനൊപ്പമുള്ള ഹൻസികയുടെ സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലീക്കായി. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴി തുറക്കുകയും ഹൻസിക ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇനി നമുക്ക് മലയാള സിനിമയിലേക്ക് വരാം. മലയാള സിനിമയെ ഞെട്ടിച്ച സംഭവമായിരുന്നു നടി മൈഥിലിയുടേത്. പാലേരി മാണിക്യം എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതമാണ് മൈഥിലിയെ. മൈഥിലി സിനിമയിൽ വരുന്നതിന് മുന്നേ തന്നെ ഒരാളുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ മൈഥിലി തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതോടെ അയാൾ ഭീഷണിയുമായി രംഗത്ത് വന്നു. ഭീമമായ പണം അയാൾ ആവശ്യപ്പെട്ടു. മൈഥിലി അത് നൽകാൻ വിസമ്മതിച്ചതോടെ മൈഥിലിയുമായുള്ള സ്വകാര്യ നിമിഷത്തിലെ ഫോട്ടോകൾ അദ്ദേഹം ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചു. ഒരുപാട് നാണക്കേടുകൾ സഹിക്കേണ്ടി വന്നെങ്കിലും മൈഥിലി അത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അതിനുശേഷം ആ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പേരാന്മ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായ നടിയാണ് വസുന്ധര കശ്യപ്. 2014 തമിഴ് സിനിമാ ലോകത്തെ പിടിച്ചുലക്കിയ ഒരു വിവാദമായിരുന്നു വസുന്ധര കശ്യപിന്റേത്. വസുന്ധരയുടെ തന്നെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഈ ഫോട്ടോകൾ പ്രചരിച്ചത്. പിന്നീട് നടന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും അത് അവരുടെ കാമുകൻ തന്നെയാണ് പുറത്തുവിട്ടതെന്ന് തെളിഞ്ഞു. വസുന്ധരയ്ക്ക് ഇത് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു തന്റെ കാമുകനിൽ നിന്നേറ്റ ഈ വലിയ ചതി. ഒരു കാലത്ത് സൗത്ത് ഇന്ത്യ മുഴുവൻ തിളങ്ങി നിന്ന താരമാണ് ഖുശ്ബു. ഖുശ്ബുവിന് വേണ്ടി തമിഴ്നാട്ടിൽ അമ്പലം പണിത ആരാധകർ വരെയുണ്ട്. എന്നാൽ നടൻ പ്രഭുവുമായിട്ടുള്ള ഖുശ്ബുവിന്റെ പ്രണയബന്ധം വലിയൊരു കണ്ണീർ കഥയായിരുന്നു. ഇരുവരും അഗാധമായ പ്രണയത്തിലാവുകയും രഹസ്യമായി കല്യാണം കഴിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ശിവാജി ഗണേശൻ രംഗത്ത് വന്നു. ഒടുവിൽ തന്റെ കുടുംബത്തിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങി പ്രഭു ഖുശ്ബുവിനെ ഉപേക്ഷിച്ചു. ജീവന് തുല്യം സ്നേഹിച്ച കാമുകൻ വഴിയിൽ ഉപേക്ഷിച്ചപ്പോൾ വലിയൊരു മാനസിക തകർച്ചയിലേക്കും സമൂഹത്തിന്റെ കുത്തുവാക്കുകളിലേക്കുമാണ് ഖുശ്ബു വീണുപോയത്. ഉലകനായകൻ കമലഹാസന്റെ മകളും നടിയുമായ അക്ഷര ഹസനും സമാനമായ ഒരു ചതിയിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. 2018 അക്ഷരയുടെ സ്വകാര്യ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ലീക്ക് ചെയ്യപ്പെട്ടു. താൻ വളരെ വിശ്വസിച്ച ഒരാളുമായി പങ്കുവെച്ച ചിത്രങ്ങളാണതെന്നും ഒരു സ്ത്രീയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഇത്തരം പ്രവണതകൾ വലിയ ചതിയാണെന്നും അവർ അന്ന് പരസ്യമായി പ്രതികരിച്ചു. ഈ സംഭവത്തിന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. മലയാള സിനിമ സീരിയൽ താരമായ ശാലു മേനോന്റെ ജീവിതവും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് ശാലു മേനോൻ ആ കേസിൽ അകപ്പെടുകയും കുറച്ചുനാൾ ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ശാലു മേനോന്റെ ഒരു അശ്ലീല വീഡിയോ ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിച്ചത്. മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഈ രംഗങ്ങൾ അവരുടെ കാമുകൻ തന്നെയാണ് പുറത്തുവിട്ടത്. എന്നാൽ അടുത്ത കാലത്തായി ഒരു ഇന്റർവ്യൂവിൽ ശാലു മേനോൻ പറയുന്നത് അതൊരു മോർഫിംഗ് വീഡിയോ ആണെന്നാണ്. മലയാള സിനിമാ രംഗത്തെ മറ്റൊരു പ്രമുഖ നടിയാണ് KPSC ശാന്ത. പ്രേക്ഷക പ്രീതി നേടിയ ഉപ്പും മുളകും എന്ന സീരിയലിലൂടെയാണ് അവർ പ്രസിദ്ധയാകുന്നത്. ഈ സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് നടിയുടെ പേരിൽ ഒരു വീഡിയോ പുറത്തു വരുന്നത്. എറണാകുളം സ്വദേശിയായ യുവാവുമായുള്ള ബന്ധവും തുടർന്നുള്ള വീഡിയോ ക്ലിപ്പുകളുമാണ് അന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചത്. കാമുകന്റെ ചതിയിൽപ്പെട്ട അവർ പിന്നീട് സീരിയലുകളിൽ അത്രത്തോളം സജീവമായിരുന്നില്ല. സമാനമായ അനുഭവം നടി മങ്ക മഹേഷിനുമുണ്ട്. ഒരു തിരക്കഥാകൃത്തുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കേണ്ടി വന്നതും അതിനുശേഷം അവരുടെ വീഡിയോ ലീക്കായതുമൊക്കെ ആ സമയത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു. മാനഹാനി നേരിട്ട മങ്ക മഹേഷിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: തൻ്റെ ഫോട്ടോകൾ ഉപയോഗിച്ച് മോർഫിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണത്. ആ വീഡിയോയുമായി എനിക്ക് യാതൊരുവിധ പങ്കുമില്ല. അവസാനമായി പ്രശസ്ത നടിയും ഗായികയുമായ ആൻഡ്രിയയും പ്രശസ്ത സംഗീത സംവിധായകനായ അനിരുദ്ധുമായുള്ള ചില സ്വകാര്യ നിമിഷങ്ങളിലെ വീഡിയോകളും ഫോട്ടോകളും ആ സമയത്ത് ലീക്കായിരുന്നു. ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ ആൻഡ്രിയെക്കാളും വളരെയധികം പ്രായം കുറഞ്ഞ ആളായിരുന്നു അനിരുദ്ധ് എന്നതാണ് ആ സമയത്ത് വിവാദങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയത്. ഇരുവരും പ്രണയത്തിലായിരുന്ന സമയത്തെടുത്ത ഫോട്ടോകളും വീഡിയോകളുമാണ് ലീക്കായത്. അതും അനിരുദ്ധിൻ്റെ ഫോണിൽ നിന്ന്.
താൻ വിശ്വസിച്ച വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെ തന്റെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തു വന്നത് ആൻഡ്രിയയെ വലിയൊരു വിവാദത്തിലേക്ക് ആ സമയത്ത് തള്ളിയിട്ടിരുന്നു. അതിനുശേഷം അനിരുദ്ധ ആൻഡ്രിയയോട് പരസ്യമായി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. കാമുകൻ കാരണം തനിക്കെന്ന് നാണക്കേട് ഉണ്ടായെങ്കിലും താൻ സ്നേഹിച്ചതിന്റെ പേരിൽ എടുത്ത ചിത്രങ്ങളെ ചൊല്ലി തനിക്ക് ഏതൊരു ലജ്ജയുമില്ല എന്നാണ് ധീരമായി ആൻഡ്രിയ പ്രതികരിച്ചത്. ഒരു നിമിഷത്തെ അന്ധമായ വിശ്വാസം സ്വന്തം ജീവിതത്തെ എങ്ങനെ തകിടം മറിക്കുമെന്ന് ഈ നടിമാരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് അവരിൽ ചിലരൊക്കെ ഇന്ന് കരിയറിന്റെ വളരെ മികച്ച സ്ഥാനത്ത് നിൽക്കുന്നു എന്നത് പ്രശംസനീയമാണ്.